കേരളവും തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രശസ്തമായ നാടോടി യക്ഷിക്കഥകളാണ് കടമറ്റത്ത് കത്തനാരിൻ്റെയും കള്ളിയങ്കാട്ട് നീലിയുടെയും. യക്ഷിക്കഥകൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു കാലത്തെ കുട്ടികളുടെ ഇടയിൽ പോലും അതിശയോക്തിയോടെ പ്രിയപ്പെട്ടതായി മാറിയ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരെക്കുറിച്ചും രാത്രിയുടെ യാമങ്ങളിൽ വിജനമായ പാതകളിലൂടെ സഞ്ചരിക്കുന്ന പുരുഷന്മാരുടെ മുന്നിൽ സൗന്ദര്യം തുളുമ്പുന്ന ഒരു പെൺകുട്ടിയായി പ്രത്യക്ഷപ്പെടുകയും താൻ ഈ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടുകൾ ചുവക്കാൻ താൻ മുറുക്കുമെന്നും അതിനായി ചുണ്ണാമ്പുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ആണുങ്ങളെ വശീകരിച്ചു കൊല്ലുന്ന കള്ളിയങ്കാട്ട് നീലിയുടെയും കഥയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്കാദ്യം കടമറ്റത്ത് കത്തനാരിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങി കള്ളിയങ്കാട്ട് നീലിയുടെ കഥയിലേക്ക് എത്താം. ഈ കഥകളെല്ലാം നടക്കുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. പേർഷ്യൻ മെസപ്പൊട്ടോമിയയിലെ അസീറയിൽ നിന്നെത്തിയ ക്രിസ്തീയ മതപുരോഹിതനായ മാർ ആബോ കൊച്ചി രാജ്യത്തിലെ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന ഐക്കര എന്ന നാട്ടിലേക്ക് എത്തിപ്പെടുന്നു. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച് അവശനായ മാർ ആബോ കത്തനാർ അവിടെ ഓല കൊണ്ട് മേഞ്ഞ ചെറിയൊരു കുടിൽ കാണുന്നു. അദ്ദേഹം ആ കുടിലിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു വിധവയായ സ്ത്രീയും 4-5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാർ ആബോ കത്തനാർ ആ സ്ത്രീയോട് തനിക്ക് കുറച്ച് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കത്തനാരോട് പറഞ്ഞു, ക്ഷമിക്കണം കത്തനാരെ, ഈ വീട്ടിൽ കഞ്ഞി വച്ചിട്ട് 2 ദിവസമായി. അരി തീർന്നു പോയതിനാൽ ഞാനും മകനും 2 ദിവസം കൊണ്ട് പട്ടിണിയിലാണ്. അപ്പോൾ മാർ ആബോ കത്തനാർ അവിടെ 2 ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കാതെ വയറും ഒട്ടിവലിഞ്ഞ് ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന ബാലനെ നോക്കിയിട്ട് അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ധാന്യം സൂക്ഷിക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ ധാന്യങ്ങൾ വയ്ക്കുന്ന പാത്രത്തിൽ കൈയിട്ട് പരത്തിയിട്ട് പറഞ്ഞു, ഇല്ല കത്തനാരെ, ഈ പാത്രത്തിൽ വെറും 2 മണി അരിയല്ലാതെ ഒന്നും തന്നെയില്ല. അപ്പോൾ മാർ ആബോ കത്തനാർ ആ സ്ത്രീയോട് പറഞ്ഞു, ആ 2 മണി അരി കഞ്ഞിക്കലത്തിലിട്ട് കൂടുതൽ വെള്ളം വച്ച് കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഈ വെറും 2 മണി അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നിട്ടും ആ സ്ത്രീ നിസ്സഹായതയോടെ ആ 2 മണി അരി കൊണ്ട് കത്തനാർ പറഞ്ഞതുപോലെ അനുസരിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ കഞ്ഞിക്കലം തിളച്ചു മറിഞ്ഞപ്പോൾ ആ കലം നിറയെ ചോറുണ്ടായിരുന്നു. ഈ അത്ഭുത പ്രവൃത്തിയിൽ ആനന്ദം കൊണ്ട ആ അമ്മയും മകനും കത്തനാരോടൊപ്പം ഇരുന്ന് കഞ്ഞി വിളമ്പി ആവോളം വിശപ്പകറ്റി. അതോടെ ആ അമ്മയും മകനും ആ അത്ഭുത പ്രവർത്തകനായ കത്തനാരിൻ്റെ ക്രിസ്തീയ അനുഭാവിയാകാൻ ആഗ്രഹിച്ചു. ആ മാർ ആബോ കത്തനാരനോടൊപ്പം എപ്പോഴും സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ച ബാലനെ ആ കത്തനാർ പൗലോസ് എന്ന ക്രിസ്ത്യൻ വിളിപ്പേര് നൽകി. ആ സ്ത്രീയാകട്ടെ തൻ്റെ വീട്ടിൽ നടന്ന അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ആ നാടാകെ പറഞ്ഞു. ഒപ്പം അവൾ കൂലി വേലയ്ക്ക് പോകുന്ന കടമറ്റത്തെ ആയക്കുന്നത്ത് നാട്ടുപ്രമാണിയോടും മാർ ആബോ കത്തനാരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞു. അത് കേട്ട ആയക്കുന്നത്ത് നാട്ടുപ്രമാണി ആ അത്ഭുത പ്രവർത്തകനായ മാർ ആബോ കത്തനാരെ കാണാൻ ആഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് വളരെ കാലമായി ഭ്രാന്ത് പിടിപെട്ടിരുന്നു. അങ്ങനെ ആ സ്ത്രീ മാർ ആബോ കത്തനാരോട് വിവരം പറഞ്ഞ് കത്തനാരെയും കൂട്ടി ആയക്കുന്നത്ത് നാട്ടുപ്രമാണിയുടെ വീട്ടിലേക്കെത്തി. അവിടെ സ്വയബോധമില്ലാതെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് തട്ടഹസിക്കുന്ന പ്രമാണിയുടെ മകളെ കണ്ട മാർ ആബോ കത്തനാർ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ കൈവച്ച് ആശീർവദിച്ചു. തുടർന്ന് ഗാഢമായ ഉറക്കത്തിലേക്ക് മയങ്ങി വീണ അവൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവളുടെ ചിത്തഭ്രമമൊക്കെ മാറി വളരെ ഊർജ്ജസ്വലതയുള്ള സന്തോഷവതിയായ ഒരു യുവതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി വർഷത്തോളം കാലം പല വൈദ്യർക്കും മന്ത്രവാദികൾക്കും മാറ്റാൻ കഴിയാത്ത കടമറ്റത്തെ ആയക്കുന്നത്ത് നാട്ടുപ്രമാണിയുടെ മകളുടെ ഭ്രാന്ത് മാർ ആബോ കത്തനാരുടെ ആശീർവാദത്തോടെ മാറിയിരിക്കുന്നു. ഇതിൽ വളരെ സന്തോഷവാനായ ആയക്കുന്നത്ത് നാട്ടുപ്രമാണിമാർ മാർ ആബോ കത്തനാർ അനുഗമിക്കുന്ന ക്രിസ്തുമതം സ്വീകരിച്ചു. അതോടെ ആയക്കുന്നത്ത് നാട്ടുപ്രമാണിമാർ ആയക്കുന്നത്ത് കർത്താക്കന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതോടെ കടമറ്റം എന്ന ആ നാടൊന്നാകെ മാർ ആബോ കത്തനാരുടെ അത്ഭുത പ്രവർത്തനങ്ങളുടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാർ ആബോ കത്തനാർ ആ നാട്ടുകാരുടെ ആവശ്യമായി മാറി. ഈ നാട്ടുകാർക്ക് അങ്ങയുടെ സേവനം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആയക്കുന്നത്തെ കർത്താക്കന്മാർ ആ മാർ ആബോ കത്തനാർക്ക് പള്ളി പണിയുന്നതിനായി നല്ലൊരു സ്ഥലം സംഭാവനയായി നൽകി. ആ സ്ഥലത്ത് കർത്തനാർ ചെറിയൊരു ദേവാലയം നിർമ്മിച്ചു.
കടമറ്റം എന്ന ആ പ്രദേശത്തെ നാട്ടുകാരുടെ ആത്മീയതയുടെ അഭയ കേന്ദ്രമായി ആ ദേവാലയം മാറി. ആ ദേവാലയത്തിൽ ഒരു ബാലൻ അവൻ്റെ അമ്മയോടൊപ്പം എന്നും വന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് ഈ മാറാബോ കത്തനാർ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ആദ്യമായി ഭക്ഷണം ചോദിച്ചെത്തിയ കുടിലിലെ വിധവയായ സ്ത്രീയും മകനുമായിരുന്നു. അന്ന് ആ ബാലന് പൗലോസ് എന്ന വിളിപ്പേര് നൽകിയതും ഈ മാറാബോ കത്തനാറായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് പൗലോസ് എന്ന ആ ബാലൻ്റെ അമ്മ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ അനാഥനായി പോയ ആ ബാലനായ പൗലോസിനെ മാറാബോ കത്തനാർ ദത്തെടുത്ത് വളർത്തുന്നു. അവന് എല്ലാ സൗകര്യങ്ങളും ആ പള്ളിമേടയിൽ അദ്ദേഹം ഒരുക്കി നൽകി. അങ്ങനെ പൗലോസ് എന്ന ആ ബാലൻ മാറാബോ കത്തനാരുടെ പ്രിയപ്പെട്ട ശിഷ്യനായി വളർന്നു. അങ്ങനെ അവൻ കൗമാരക്കാരനായപ്പോഴേക്കും മാറാബോ കത്തനാരിൽ നിന്നും ദൈവപാഠങ്ങളും ദൈവിക ശുശ്രൂഷയും സ്വായത്തമാക്കി ഒരു ഷെമ്മാശനായി മാറിക്കഴിഞ്ഞിരുന്നു. അക്കാലത്ത് മാറാബോ കത്തനാർക്ക് ഒട്ടനവധി പശുക്കളുണ്ടായിരുന്നു. അവയെ പരിപാലിക്കുന്നതിനായി 2-3 ഭൃത്യന്മാരുമുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഭൃത്യന്മാർ പശുക്കളെ മേയ്ക്കുന്നതിനായി വനപ്രദേശത്തിനരികെയുള്ള മേച്ചിൻ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി മേച്ച ശേഷം സന്ധ്യ ആയപ്പോഴേക്കും പശുക്കളെ തിരികെ കൊണ്ടുവരികയായിരുന്നു. ആ സമയത്ത് ഒരു ഭീമാകാരമായ പുലി പശുക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചാടി വീഴുകയും ഒരു പശുവിനെ കടിച്ചു വലിച്ചുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പുലിയെ കണ്ട മറ്റു പശുക്കൾ പല ഭാഗത്തേക്കും വിരണ്ടോടി. ഉടനെ തന്നെ ആ ഭൃത്യന്മാർ ഓടി പള്ളിമേടയിലെത്തി മാറാബോ കത്തനാരോട് സംഭവങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ കത്തനാരും ഭൃത്യന്മാരും ഒപ്പം പൗലോസ് എന്ന ഷെമ്മാശനും ചേർന്ന് പശുക്കളെ തിരഞ്ഞിറങ്ങി. അപ്പോഴേക്കും ഇരുൾ പടർന്ന് തുടങ്ങിയിരുന്നു. അവർ മേട്ടിലും കാട്ടിലുമൊക്കെ ആ ഇരുട്ടത്ത് പല വഴികളിലൂടെയും തേടി നടന്നിട്ടും അവർക്ക് ഒരു പശുക്കളെപ്പോലും കണ്ടെത്താനായില്ല. അങ്ങനെ അവർ നിരാശയോടെ ആ രാത്രി തിരികെ വന്നപ്പോൾ അവർ കണ്ടത് പുലി പിടിച്ച ഒരു പശു ഒഴികെ മറ്റു പശുക്കളെല്ലാം പള്ളി പരിസരത്ത് തിരികെ എത്തിയിരിക്കുന്നതായിട്ടാണ്. ആ സന്തോഷം പങ്കുവച്ചുകൊണ്ട് മാറാബോ കത്തനാർ നോക്കുമ്പോഴാണ് പശുക്കളെ തിരയാൻ പോയി തിരികെ വന്നവരുടെ കൂട്ടത്തിൽ പൗലോസ് ഷെമ്മാശൻ ഉണ്ടായിരുന്നില്ല. പൗലോസ് ഷെമ്മാശനെ കാണാതായിരിക്കുന്നു. ഇതോടെ ആ രാത്രി അവർ വീണ്ടും പൗലോസ് ഷെമ്മാശനെ തിരക്കിയിറങ്ങി. കാടുകളുടെ പരിസര പ്രദേശങ്ങളെല്ലാം തിരഞ്ഞിട്ടും അവർക്ക് ഷെമ്മാശനെ കണ്ടെത്താനായില്ല. ഷെമ്മാശനെയും പുലി പിടിച്ചു കാണുമോ എന്നവർ ഭയന്നു. അതേസമയം തന്നെ പൗലോസ് ഷെമ്മാശൻ കാട്ടിനുള്ളിൽ ഒരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പശുക്കളെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു മന്ത്രവാദിയുടെ സ്വാധീനത്തിലുള്ള പൊട്ടി എന്ന അദൃശ്യയക്ഷി പൗലോസ് ഷെമ്മാശനെ ദിക്കേത് ദിശയേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വഴിതെറ്റിച്ച് ഉൾക്കാട്ടിലെ ഒരു ഗുഹയുടെ സമീപത്തേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. ആ ഗുഹ കണ്ട പൗലോസ് ഷെമ്മാശൻ പശുക്കൾ ഒരുപക്ഷെ ഈ ഗുഹകളിലേക്ക് ഓടി കയറിയിട്ടുണ്ടാകുമോ എന്ന് തെറ്റിദ്ധരിച്ച് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി നോക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ പൗലോസ് ഷെമ്മാശൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ ആ ഗുഹ ദുർമന്ത്രവാദികളുടെ താവളമായിരുന്നു. പൗലോസ് ഷെമ്മാശൻ ആ ഗുഹയ്ക്കുള്ളിൽ കയറിയ ഉടനെ തന്നെ മന്ത്രവാദികളുടെ അനുചരന്മാർ നരബലി കൊടുക്കുന്നതിനായി പിടിച്ചുകെട്ടി ആ ഗുഹയ്ക്കുള്ളിലെ പ്രധാന ദുർമന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു. എന്നാൽ അവരുടെ പ്രധാനിയായ ദുർമന്ത്രവാദിയോട് താനൊരു കത്തനാരാകാൻ പരിശീലിക്കുന്ന ഒരു ഷെമ്മാശനാണെന്നും അതിനാൽ തന്നെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. ശാന്ത സ്വഭാവവും ഐശ്വര്യം തുളുമ്പുന്ന പൗലോസ് എന്ന ഷെമ്മാശനെ ഗുഹയ്ക്കുള്ളിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ പ്രധാനിയായ ദുർമന്ത്രവാദി പൗലോസിനോട് പറഞ്ഞു, ഞാൻ ഇവരുടെയെല്ലാം തലവനാണ്. നിന്നെ അവർ പിടിച്ചുകെട്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് നരബലിക്ക് വേണ്ടിയാണ്. നരബലിക്ക് വിധേയമാക്കിയാൽ നിന്റെ ശരീരം എല്ലാവരും ചേർന്ന് ഭക്ഷണമാക്കും. പക്ഷേ നിന്നെ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. അപ്പോൾ പൗലോസ് ഷെമ്മാശൻ വളരെ എളിമയോടെ തന്നെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ മൂപ്പനായ ദുർമന്ത്രവാദി പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല. നിന്നെ ഇവിടെ നിന്ന് വെറുതെ വിടണമെന്ന് അവരോട് പറയാൻ എനിക്ക് സാധിക്കില്ല. നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. നീ ഞങ്ങളിൽ ഒരാളായി ഇവിടെ കഴിയണം. അല്ലാത്ത പക്ഷം നരബലിക്ക് വിധേയമാക്കപ്പെടും. ഈ മാന്ത്രിക കോട്ടയിൽ എത്തിപ്പെടുന്നവരാരും തന്നെ പിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടില്ല. ഇവിടെ യക്ഷികളും മറുതകളും ചാത്തന്മാരും കാവലുണ്ട്. നിന്നെ നരബലിക്ക് വിധേയമാക്കി കൊല്ലാൻ തോന്നാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഉപദേശം ഞാൻ നിനക്ക് തരുന്നത്. പ്രധാന മാന്ത്രികനായ മൂപ്പൻ്റെ ഉപദേശം സ്വീകരിച്ച് തൻ്റെ ജീവൻ നിലനിർത്താൻ അവരോടൊപ്പം ചേരാൻ ഷെമ്മാശനായ പൗലോസ് തീരുമാനിച്ചു. അങ്ങനെ ഷെമ്മാശൻ്റെ കുപ്പായം അവിടെ അഴിച്ചുവെച്ച് അവരുടെ കൂട്ടത്തിൽ ഒരാളായി പൗലോസ് ജീവിക്കാൻ തുടങ്ങി. പൗലോസിൻ്റെ ജീവിത രീതി ഓരോ ദിവസവും
മാന്ത്രികനായ മൂപ്പൻ ശ്രദ്ധിച്ചിരുന്നു. ഷെമ്മാശനായിരുന്ന പൗലോസിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും വൃത്തിയും സ്വഭാവവും എല്ലാം കൊണ്ടും പൗലോസ് അവിടെ ഉള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും മാന്ത്രികനായ മൂപ്പന് പൗലോസ് ഷെമ്മാശനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. മൂപ്പൻ പൗലോസ് ഷെമ്മാശനെ ഒരു മകനെ പോലെ കാണാൻ തുടങ്ങി. ഒരു കത്തനാരാകാൻ ശ്രമിച്ചിരുന്ന ഷെമ്മാശൻ മാന്ത്രിക താന്ത്രിക വിദ്യകൾ പഠിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞ മന്ത്രവാദിയായ മൂപ്പൻ മറ്റാർക്കും പകർന്നു കൊടുക്കാത്ത മന്ത്രജാലം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, സ്തംഭനം, നിഗൂഢം, തിരസ്കരണി, കൂടുവിട്ട് കൂടുമാറൽ, ദേവമാരുത, യമസ്യലോക അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മാന്ത്രിക താന്ത്രിക വിദ്യകൾ ഷെമ്മാശനായ പൗലോസിനെ പഠിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 12 വർഷങ്ങളായിരിക്കുന്നു പൗലോസ് ഷെമ്മാശൻ കാട്ടിനുള്ളിലെ ആ മാന്ത്രിക ഗുഹയിൽ അകപ്പെട്ടിട്ട്. അദ്ദേഹത്തെ അനാഥത്വത്തിൽ നിന്നും എടുത്തു വളർത്തിയ മാർ ആവോ കത്തനാരെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അതിയായി ഉണ്ടായിരുന്നു. അത് സാധിക്കാൻ കഴിയാത്ത വിഷമത്തിൽ പൗലോസ് ദുഃഖിതനായിരുന്നു. പല ദിവസങ്ങളിലും സന്തോഷമില്ലാത്തവനായി ദുഃഖിതനായി ഇരിക്കുന്ന പൗലോസിനെ ശ്രദ്ധിച്ചിരുന്ന മാന്ത്രികനായ മൂപ്പൻ പൗലോസിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ തിരക്കി. പൗലോസ് കാര്യം പറഞ്ഞു. തന്നെ ദത്തെടുത്ത് വളർത്തിയ മാർ ആബോ കത്തനാരുടെ അടുത്തേക്കൊന്ന് പോകണം, കത്തനാരെ ഒന്ന് കാണണം. അപ്പോൾ മാന്ത്രികനായ മൂപ്പൻ ചോദിച്ചു, ഞാൻ നിനക്ക് മാന്ത്രിക വിദ്യകളെല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു, എന്നിട്ടും അതുപയോഗിച്ച് ഇവിടെ നിന്നും നീ പോകാത്തത് എന്താണ്? അപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നെ വിശ്വസിച്ച് മാന്ത്രിക താന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തന്ന ഗുരുവിൻ്റെ അനുവാദമില്ലാതെ എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് കേട്ട മാന്ത്രികനായ മൂപ്പന് സന്തോഷമായി. മാന്ത്രികനായ മൂപ്പൻ പൗലോസ് ഷെമ്മാശനോട് പറഞ്ഞു, ഇന്ന് രാത്രി നിനക്കിവിടെ നിന്ന് പോകാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇവിടെ നിന്ന് പോകാൻ നിനക്ക് എൻ്റെ അനുവാദം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഇവിടെ നിന്നും പോകേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പഠിപ്പിച്ച മാന്ത്രിക വിദ്യകൾ നിനക്ക് ഉപയോഗിക്കാം. അങ്ങനെ അന്ന് രാത്രി പൗലോസ് ഷെമ്മാശൻ ആ ഗുഹ വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അദ്ദേഹം ഷെമ്മാശ കുപ്പായം എടുത്തണിഞ്ഞു. കാവൽ നിന്നവരെ മന്ത്രങ്ങൾ ചൊല്ലി മയക്കി. യക്ഷികളെയും ഭൂതങ്ങളെയും മാന്ത്രിക ശക്തികൾ ദിക്കുകൾ തെറ്റിപ്പിച്ചു വിട്ടു. അങ്ങനെ കാട്ടിനുള്ളിലെ പല അപകട പ്രതിസന്ധികളും മറികടന്ന് പൗലോസ് ഷെമ്മാശൻ കടമുറ്റത്തെ ആ പള്ളിയിലെത്തി മാർ ആബോ കത്തനാരെ കണ്ടു. 12 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പൗലോസ് ഷെമ്മാശനെ ആദ്യം കത്തനാർക്ക് മനസ്സിലായില്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് പശുവിനെ തേടി കാട്ടിലേക്ക് പോയ ഷെമ്മാശൻ പൗലോസാണ് താനെന്ന് പറഞ്ഞപ്പോൾ മാർ ആബോ കത്തനാർ സന്തോഷത്താൽ പൗലോസ് ഷെമ്മാശനെ മകനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. 12 വർഷങ്ങൾ കാണാതിരുന്ന് കണ്ടതിൻ്റെ സന്തോഷം അവർ പരസ്പരം പങ്കുവച്ചു. 12 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പൗലോസ് ഷെമ്മാശൻ തിരിച്ചു വന്നതറിഞ്ഞ് നാട്ടുകാരും വിശ്വാസികളും തങ്ങളുടെ പ്രിയപ്പെട്ട പൗലോസ് ഷെമ്മാശനെ കാണാൻ ആ പള്ളിയിൽ ഒത്തുകൂടിയിരുന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ മറ്റൊരു പ്രശ്നം അവരെ തേടി വരുന്നുണ്ടായിരുന്നു. വനത്തിനുള്ളിലെ കാട്ടരയന്മാരുടെ ഗുഹയിൽ കാവൽ നിന്നിരുന്ന മാടനും മറുതയുമൊക്കെ പൗലോസ് ഷെമ്മാശനെ പിടിച്ചുകൊണ്ടുപോകാൻ അവിടെ എത്തി. പള്ളിവാതിലുകൾ തനിയെ തുറന്നടച്ചും കുരിശു മറച്ചിട്ടും അവ പള്ളിയെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജനക്കൂട്ടം ഭയന്നു വിറച്ചു. പൗലോസ് ഷെമ്മാശൻ ആദ്യം അവരെ ശാസിച്ചു. അതിൽ വകവയ്ക്കാതെ ഷെമ്മാശനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത ദുരാത്മാക്കളെ തൻ്റെ മാന്ത്രിക ശക്തികൾ കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തി ഭയപ്പെടുത്തി ഓടിച്ചു. അതുകണ്ട നാട്ടുകാർ പൗലോസ് ഷെമ്മാശന് ദൈവിക വരം ലഭിച്ചിരിക്കുന്നതായി നാടാകെ പറഞ്ഞു. വളരെ വാർദ്ധക്യം ബാധിച്ചിരുന്ന മാർ ആബോ കത്തനാർ കടമറ്റം പള്ളിയിലെ പുതിയ കത്തനാർ പട്ടം നൽകി പൗലോസിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഷെമ്മാശനായിരുന്ന പൗലോസ് കടമറ്റം പള്ളിയിലെ കത്തനാരായി. അക്കാലത്ത് ആ നാട്ടിലെ ജനങ്ങളുടെ മാറാരോഗങ്ങൾക്കും ഭ്രാന്ത്, പിശാചുബാധ എന്നിവയൊക്കെ ഒഴിപ്പിക്കാൻ നാട്ടുകാർ വിശ്വാസത്തോടെ എത്തിയിരുന്നത് കടമറ്റം പള്ളിയിലെ പുതിയ കത്തനാരായി വാഴിച്ച പൗലോസ് കത്തനാരുടെ അടുത്തേക്കായിരുന്നു. നാട്ടുകാർ കടമറ്റത്ത് കത്തനാർ എന്ന് വിളിച്ചു. കടമറ്റത്ത് കത്തനാർ താൻ സ്വായത്തമാക്കിയ മാന്ത്രിക വിദ്യകൾ അഭ്യസിച്ചിരുന്നത് ആ പ്രദേശത്ത് അധികമാരും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലത്തെ കിണറിനുള്ളിലായിരുന്നു. മിക്കവാറുമുള്ള രാത്രികളിൽ കടമറ്റത്ത് കത്തനാർ ആ കിണറ്റിനുള്ളിൽ ഇറങ്ങി മാന്ത്രിക താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചിരുന്നു. ഭൂതപ്രേത പിശാചുക്കളെ ഒഴിപ്പിക്കുന്നതിൽ നാനാദിക്കും അറിയപ്പെടുന്നവനായി കടമത്ത് കത്തനാർ മാറി. കൊച്ചി രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അങ്ങ് തിരുവിതാംകൂർ മഹാരാജ്യത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പഴകന്നൂർ എന്ന ദേശത്തെ പ്രമാണിയായ ഒരു ദേവദാസിയായിരുന്നു കാർവേണി. ഈ കാർവേണിക്ക് അതിസുന്ദരിയായ മകളുണ്ടായിരുന്നു.
അവളുടെ പേര് അല്ലി എന്നാണ്. വളരെ മനോഹരമായ കണ്ണുകളാലും അംഗലാവണ്യങ്ങളാലും വളരെ മനോഹരിയായിരുന്നു അവൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അല്ലി അവളുടെ തോഴിമാരുമൊത്ത് ആ പ്രദേശത്തെ ഒരു ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനത്തിനായി പോയി. ആ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി അല്ലിയെ കണ്ടതും അവളിൽ ആകൃഷ്ടനായി അവളെ തന്നെ നോക്കി നിന്നു. നമ്പി അവളെ നോക്കുന്നത് അല്ലിയും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ പെൺകുട്ടികളെയും നമ്പി ഇത്തരത്തിൽ നോക്കാറുണ്ട് എന്ന കാര്യം അല്ലിക്കറിയില്ലായിരുന്നു. അല്ലിയുടെ മനസ്സിൽ ആകാംക്ഷയായി. അവൾ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ആ ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ ക്ഷേത്ര പൂജാരിയായ നമ്പിയും അല്ലിയും തമ്മിൽ ഇഷ്ടത്തിലായി. അവളുടെ സ്നേഹബന്ധം നാടാകെ പരന്നു. അങ്ങനെ അല്ലിയുടെ അമ്മ കാർവേണി ഇതറിയുന്നു. കാർവേണി ഈ ബന്ധം എതിർത്തു. അതിന് കാരണം നമ്പിയെക്കുറിച്ച് നല്ലതൊന്നും നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നില്ല. പരസ്ത്രീ ബന്ധങ്ങളും വേശ്യാസ്ത്രീകളുമായിട്ടുള്ള ചങ്ങാത്തങ്ങളും നമ്പിക്കുണ്ടായിരുന്നു. ആയതിനാൽ കാർവേണി മകൾ അല്ലിയെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്പി നല്ലവനാണെന്നും നാട്ടുകാർ നമ്പിയെക്കുറിച്ച് അപവാദം പറയുന്നതാണെന്നും പറഞ്ഞ് അല്ലി നമ്പിയെ വിശ്വസിച്ച് നമ്പിയുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഉറച്ചു നിന്നു. ആയതിനാൽ അമ്മ കാർവേണിക്ക് മറ്റു പോംവഴികളൊന്നും തന്നെ ഇല്ലാതെ മകൾ അല്ലിയെ പൂജാരിയായ നമ്പിക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നാൽ ധൂർത്തും ദുർനടപ്പുകാരനുമായിരുന്ന നമ്പിയുടെ കണ്ണുകൾ എപ്പോഴും അവളുടെ ധനത്തിലും സ്വത്തുക്കളിലുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അല്ലിയുടെ വീട്ടിൽ അമ്മ കാർവേണിയുടെ മുറിയിൽ നിന്ന് നമ്പി പണം മോഷ്ടിക്കുന്നത് കാർവേണി കണ്ടുകൊണ്ടുവരുന്നു. കൈയോടെ പിടിച്ച നമ്പിയെ കാർവേണി വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്നു. ഇതേ സമയം നമ്പി തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തിയെടുത്ത് കാർവേണിയെ കുത്താൻ ശ്രമിച്ചതും കാർവേണിയുടെ അംഗരക്ഷകർ തടയുകയും നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്തു. അമ്മ കാർവേണിയിൽ നിന്ന് അല്ലി വിവരങ്ങൾ അറിയുന്നു. എന്നാൽ ആ സമയത്തും അല്ലി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. 6 മാസം ഗർഭിണിയായിരുന്ന അവൾ വീട് വിട്ടിറങ്ങി ഭർത്താവിൻ്റെ കാൽപാദങ്ങൾ പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ കരിമ്പനകളും കള്ളിമുൾ ചെടികളും നിറഞ്ഞ വിജനമായ ഒരു ഭാഗത്തായി മരത്തിൻ്റെ നിഴൽ പടർന്നു കിടക്കുന്ന പാറയിൽ തളർന്നിരിക്കുന്ന തൻ്റെ ഭർത്താവ് നമ്പിയെ അല്ലി കണ്ടെത്തി. നടന്ന കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി, അമ്മയെ എങ്ങനെയും നല്ല വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലി തൻ്റെ ഭർത്താവായ നമ്പിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് 6 മാസം ഗർഭിണിയായ അല്ലി ഇത്രയും ദൂരം നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായി നമ്പിയുടെ മടിയിൽ കിടന്ന് മയങ്ങാൻ തുടങ്ങി. അല്ലി ഗാഢമായി ഉറങ്ങുന്നത് നോക്കിയിരുന്ന നമ്പിയുടെ നോട്ടം പിന്നെ അവൾ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിലായി. കഠിനഹൃദയനായ നമ്പി അല്ലിയെ കൊന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്പി തൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്ന അല്ലിയുടെ തല പതിയെ നിലത്തെ പാറയിലേക്ക് എടുത്തു വച്ചു. എന്നിട്ട് അദ്ദേഹം പതിയെ എഴുന്നേറ്റ് ഒരു പാറക്കല്ലെടുത്ത് അല്ലിയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു. തലപൊട്ടി ചോര ഒഴുകുന്ന അല്ലി അരുതയെന്ന് ഉറക്കെ കരഞ്ഞപേക്ഷിച്ചിട്ടും നമ്പി അതൊന്നും വകവയ്ക്കാതെ 6 മാസം ഗർഭിണിയായ അല്ലിയുടെ തലയിലേക്ക് കല്ലുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. അല്ലിയുടെ രക്തം അടുത്തുണ്ടായിരുന്ന കള്ളിമുൾ ചെടിയിലാകെ പടർന്നു തെറിച്ചു. ആ വിജനമായ പ്രദേശത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലിയുടെ പ്രാണൻ പോകുന്നതിന് മുമ്പ് അല്ലി തൊട്ടടുത്ത് നിന്ന കള്ളിച്ചെടിയെ നോക്കിക്കൊണ്ട് നീയാണ് എല്ലാത്തിനും സാക്ഷി, നീ മാത്രമാണ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലി മരിക്കുന്നു. അല്ലി മരിച്ചു എന്ന് ഉറപ്പായതോടെ നമ്പി അല്ലിയുടെ ആഭരണങ്ങളെല്ലാം കവർന്നെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ദുരാഗ്രഹിയായ നമ്പിയുടെ ആയുസ് അധികമുണ്ടായിരുന്നില്ല. രക്ഷപ്പെടാനായി കാടുവഴികളിലൂടെ നടക്കുകയായിരുന്ന നമ്പിക്ക് ദാഹം കലശലായി. അങ്ങ് അകലെ എവിടെയോ കണ്ട ഒരു കിണർ ലക്ഷ്യമാക്കി നടക്കവേ നമ്പിയുടെ കാലിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് കടിക്കുന്നു. ഉടൻ തന്നെ നമ്പി പിടഞ്ഞു വീണ് മരിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന അല്ലി ഭർത്താവിനെ അന്വേഷിച്ച് വീട് വിട്ട് ഇറങ്ങി എന്നറിഞ്ഞ അല്ലിയുടെ ഇളയ സഹോദരൻ അല്ലിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി അല്ലിയെ തിരക്കി ഇറങ്ങിയിരുന്നു. അങ്ങനെ അല്ലിയുടെ സഹോദരനും അല്ലിയെ അന്വേഷിച്ച് നടന്ന് കള്ളിമുള്ളുകളും കരിമ്പനകളും നിറഞ്ഞ ആ വിജനമായ പ്രദേശത്ത് എത്തിച്ചേരുന്നു. എന്നാൽ ആ സഹോദരൻ അവിടെ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായ അല്ലി തല പിളർന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. ഈ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയാത്ത ആ സഹോദരൻ അല്ലിയുടെ ചോര പുരണ്ട അതേ കല്ലുകൊണ്ട് സ്വയം തലക്കടിച്ച് മരിച്ചു. അല്ലിയുടെയും അവളുടെ സഹോദരൻ്റെയും ദുർമരണങ്ങൾക്ക് സാക്ഷിയായ കള്ളിമുള്ളുകൾ നിറഞ്ഞ ആ വിജനമായ പ്രദേശമാണ് കള്ളിയങ്കാട് എന്നറിയപ്പെട്ടത്. എന്നാൽ കഥ അവിടം കൊണ്ട് അവസാനിച്ചില്ല. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. ചോളരാജ്യത്തെ രാജാവിൻ്റെ പത്നി ഗർഭം ധരിക്കുന്നു.
അങ്ങനെ രാജ്ഞി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നു. രാജാവ് ആ കുഞ്ഞുങ്ങൾക്ക് നീലനെന്നും നീലിയെന്നും പേരിട്ടു. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അല്ലിയുടെയും സഹോദരൻ്റെയും മോക്ഷം കിട്ടാതെ അലങ്ങിയിരുന്ന ദുരാത്മാക്കളുടെ പുനർജന്മമായിരുന്നു ആ രണ്ട് കുട്ടികൾ. ഈ കുട്ടികളെ കണ്ട ഉടനെ തന്നെ കൊട്ടാരം ജോത്സ്യൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ കുട്ടികൾ കാരണം പല അനിഷ്ട സംഭവങ്ങൾ കൊട്ടാരത്തിനും നാടിനും സംഭവിച്ചേക്കാം. അവരുടെ ജന്മം ശുഭകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊക്കെ. എന്നാൽ അപ്പോൾ രാജാവ് അത് കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ നീലനും നീലിയും വളർന്നു തുടങ്ങിയതോടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രശ്നങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. ആദ്യം കൊട്ടാരവളപ്പിലെ കന്നുകാലികളും പിന്നെ ആ ദേശത്തെ കർഷകരുടെ കന്നുകാലികളും ചത്തൊടുങ്ങുന്നത് പതിവായി മാറി. ആ മൃഗങ്ങൾ ചാകുന്നത് സാധാരണ ഒരു രീതിയിലായിരുന്നില്ല. ആ കന്നുകാലികളുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും അവശേഷിപ്പിക്കാതെ വെറും ചണ്ടിയായി ഊറ്റിപ്പിഴിഞ്ഞ് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഇതോടെ കർഷകർ വളരെ രീതിയിൽ പരിഭ്രാന്തരായി രാജാവിന് മുന്നിൽ പരാതി ബോധിപ്പിക്കാനായി എത്തി. നാട്ടിൽ ഏതോ ഭീകരജീവി ഇറങ്ങിയിട്ടുണ്ടെന്നും അത് തങ്ങളുടെ കന്നുകാലികളുടെ രക്തം ഊറ്റിക്കുടിച്ച് കൊല്ലുകയാണെന്നും അതിനാൽ രാജാവ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും കർഷകർ അപേക്ഷിച്ചു. അങ്ങനെ കന്നുകാലികളെ കൊല്ലുന്നത് ഏത് ജീവിയാണെന്ന് കണ്ടുപിടിക്കുവാൻ രാജാവ് ചാരന്മാരെ നിയോഗിച്ചു. അങ്ങനെ ആ നാടൊന്നാകെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്ന ചാരന്മാർ ആ ഭീകരമായ യാഥാർത്ഥ്യം കണ്ടെത്തി. കന്നുകാലികളുടെ ചോരയൂറ്റി കുടിച്ച് കൊല്ലുന്നത് തങ്ങളുടെ അരുമ സന്തതികളായ നീലനും നീലിയുമാണെന്നറിഞ്ഞ രാജാവും രാജ്ഞിയും അമ്പരന്നുപോയി. അപ്പോഴാണ് രാജാവിനന്ന് കൊട്ടാര ജോത്സ്യൻ പറഞ്ഞത് ഓർമ്മ വന്നത്. ഉടനെ തന്നെ കൊട്ടാരം ജോത്സ്യനെ കൊണ്ട് രാജാവ് പ്രശ്നം വയ്പ്പിച്ചു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അല്ലിയുടെയും സഹോദരൻ്റെയും പുനർജന്മമാണ് തങ്ങളുടെ കുട്ടികളെന്ന് രാജാവിന് ബോധ്യപ്പെട്ടത്. ഈ കുട്ടികളെ ഉടനെ തന്നെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ ഈ നാടിന് തന്നെ ദോഷമാകുമെന്ന് ജ്യോതിഷർ പറഞ്ഞു. എന്നാൽ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ അമ്മയായ രാജ്ഞി തയ്യാറായില്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ ഇനി കൊട്ടാരത്തിൽ നിർത്താനും കഴിയില്ല. അങ്ങനെ രാജ്ഞിയുടെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് ആ കുട്ടികളെ ചോളദേശത്തിൻ്റെ തെക്കേ അതിർത്തിയിലുള്ള നാഗർകോവിൽ എന്ന പ്രദേശത്തെ പഞ്ചവൻ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ ഉത്തരവിട്ടു. അങ്ങനെ നീലനെയും നീലിയെയും പഞ്ചവൻ കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ പഞ്ചവൻ കാടിന് അടുത്തായിട്ടാണ് നീലിയുടെ പൂർവ്വജന്മമായ അല്ലിയും സഹോദരനുമൊക്കെ താമസിച്ചിരുന്ന പഴകുന്നൂർ ഗ്രാമം. ഈ പഴകുന്നൂർ ഗ്രാമത്തിലെ വിജനമായ കള്ളിമുള്ളുകൾ നിറഞ്ഞ കള്ളിയം കാട്ടിൽ വച്ചായിരുന്നു അല്ലിയും സഹോദരനും കൊല്ലപ്പെട്ടിരുന്നത്. ആയതിനാൽ തന്നെ പുനർജന്മികളായ നീലനും നീലിയും പഞ്ചവൻകാടും പഴകുന്നൂർ ഗ്രാമത്തിലെ കള്ളിയങ്കാടും അവരുടെ വിഹാര കേന്ദ്രമായി വാസമുറപ്പിച്ചു. അതോടെ പഴകുന്നൂർ ഗ്രാമത്തിലെ ജനങ്ങളുടെ കഷ്ടകാലവും തുടങ്ങി. ഓരോ ദിവസവും പഴകുന്നൂർ ഗ്രാമത്തിലെ കർഷകരുടെ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. പല ദുർനിമിത്തങ്ങളും ആ ഗ്രാമത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലെ 60ഓളം മൂരാളുങ്കർ ചേർന്ന് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് നീലനെയും നീലിയെയും തളയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ മന്ത്രവാദിക്ക് നീലനെ തളയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ നീലിയെ തളയ്ക്കാനായില്ല. നീലനെ തളച്ചതോടെ രക്തരക്ഷസായി മാറിയ നീലി ആ മന്ത്രവാദിയെ കൊന്നു. പിന്നെ ആ മന്ത്രവാദിയെ കൊണ്ടുവന്ന ആ ഗ്രാമത്തിലെ ഊരാളരെയും ഓരോരുത്തരായി കൊന്നു. അങ്ങനെയിരിക്കെ നീലി കാത്തിരുന്ന ദിവസം വന്നെത്തി. കാവേരിപ്പൂ പട്ടണം സ്വദേശിയായ അനന്തൻ എന്ന യുവാവ് മുൻ ജന്മത്തിൽ അദ്ദേഹം അല്ലിയുടെ ഭർത്താവായിരുന്ന പൂജാരി നമ്പിയായിരുന്നു. ഈ അനന്തൻ കച്ചവട ആവശ്യത്തിനായി തിരുവിതാംകൂറിലെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന വഴിയായിരുന്നു. അനന്തൻ അങ്ങനെ കള്ളിയങ്കാട്ടിൽ എത്തിച്ചേർന്നു. അനന്തനെ കണ്ടതും പൂർവ്വജന്മത്തിൽ അല്ലിയായിരുന്ന തന്നെ കൊന്ന നമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ നീലി അനന്തനെ വശീകരിച്ച് കൊല്ലാൻ ശ്രമിച്ചതും യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ അനന്തൻ അവിടെ നിന്ന് കുതറിയോടി അടുത്തുള്ള പഴകുന്നൂർ ഗ്രാമത്തിലെത്തി അവിടുത്തെ നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോഴേക്കും നീലി കൈക്കുഞ്ഞുമായുള്ള ഒരു അമ്മയായി രൂപം മാറി അനന്തനു പിന്നാലെ ആ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. അനന്തൻ ഗ്രാമവാസികളോട് ഇത് യക്ഷിയാണ്, തന്നെ രക്ഷിക്കണമെന്ന് കേണു പറഞ്ഞു. എന്നാൽ കൈക്കുഞ്ഞുമായി ഒരു അമ്മയായി വേഷം മാറിയെത്തിയ നീലി അനന്തനെ ചൂണ്ടി ഇതെൻ്റെ ഭർത്താവാണെന്നും ഇദ്ദേഹം എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ അനന്തൻ ഗ്രാമവാസികളോട് പറഞ്ഞു, ഇത് യക്ഷിയാണ്, ഇത് ഇവളുടെ മായയും തന്ത്രവുമാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ ഗ്രാമവാസികൾ തയ്യാറായില്ല. അങ്ങനെ ഗ്രാമവാസികൾ അവർക്ക് തൽക്കാലം തങ്ങാനുള്ള ഒരിടം ഗ്രാമത്തിൽ ഒരുക്കി നൽകി. എന്നാൽ പിറ്റേ ദിവസം ഗ്രാമവാസികൾ കാണുന്നത്
രക്തം വാർന്ന അനന്തൻ്റെ ചേതനയറ്റ മൃതശരീരമായിരുന്നു. അപ്പോഴാണ് പഴകന്നൂർ ഗ്രാമത്തിലെ ആ ഗ്രാമവാസികൾ മനസ്സിലാക്കിയത് അവൾ ഒരു യക്ഷിയായിരുന്നു എന്ന്. ഈ കഥയിൽ 2 ക്ലൈമാക്സുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് മുൻ ജന്മത്തിൽ അല്ലിയായിരുന്ന തന്നെ കൊന്ന നമ്പിയുടെ പുനർജന്മമായ അനന്തനെ കൊന്നതോടെ നീലിയുടെ പ്രതികാരദാഹം ശമിച്ചുവെന്നും അതോടെ ശാന്തയായ നീലി നാഗർകോവിലെ പാർവതീപുരത്തെ ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു എന്നതാണ് ഒരു കഥയുടെ അവസാനം. ഈ കള്ളിയങ്കാട്ട് നീലി കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ക്ഷേത്രം നാഗർകോവിലിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ഈ കഥയുടെ 2ാമത്തെ ക്ലൈമാക്സ് അവസാനിക്കുന്നത് കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെടുത്തിയാണ്. മുൻജന്മത്തിൽ നമ്പിയായിരുന്ന അനന്തനെ കൊന്ന് പ്രതികാരം ചെയ്തുവെങ്കിലും നീലി പുരുഷന്മാരെ വശീകരിച്ച് കൊല്ലുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ പഞ്ചമൻ കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞു. രാത്രികളിൽ തിരുവിതാംകൂറിലേക്കോ മറ്റ് ദേശങ്ങളിലേക്കോ ഒറ്റയ്ക്ക് പോകുന്ന പുരുഷന്മാരുടെ മുന്നിൽ സുന്ദരിയായ ഒരു യുവതിയായി പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ പ്രദേശമാകെ നല്ലൊരു മണം പടരും. പുരുഷന്മാർ ആ സുന്ദരിയായ സ്ത്രീയിൽ ആകൃഷ്ടരായാൽ താൻ ഈ രാത്രിയിൽ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ പല നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയ ശേഷം ചുണ്ണാമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ പതിയെ തൻ്റെ വലയിലാകപ്പെടുന്ന പുരുഷന്മാരെ കള്ളിയങ്കാട്ട് നീലി കഴുത്തിൽ കടിച്ച് രക്തം ഊറ്റിക്കുടിച്ച് കൊന്നു തള്ളും. ഇത്തരം സംഭവങ്ങൾ പതിവായതോടെ ആർക്കും തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി കള്ളിയങ്കാട് വഴിയോ പഞ്ചമൻകാട് വഴിയോ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. കള്ളിയങ്കാടും പഞ്ചമൻകാടും നീലിയുടെ വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. അടുത്തുള്ള പല ഗ്രാമവാസികളും നീലിയെ തളയ്ക്കുന്നതിനായി പല മന്ത്രവാദികളെയും കൊണ്ടുവന്ന് നീലിയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവരെയെല്ലാം നീലി കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ നീലിയുടെ ശല്യം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പ്രദേശവാസികൾ കൊച്ചി രാജ്യത്തിനടുത്തുള്ള മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് കേട്ടറിയുന്നത്. അങ്ങനെ അവർ തിരുവിതാംകൂറിൽ നിന്നും കടമറ്റത്തെ കത്തനാരെ കണ്ട് നീലിയാൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കടമറ്റത്ത് കത്തനാരോട് നേരിട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ കള്ളിയങ്കാട് നീലിയുടെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനായി കടമറ്റത്ത് കത്തനാർ തിരുവിതാംകൂർ ദേശത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ കടമറ്റത്ത് കത്തനാർ പാതിരാത്രി പഞ്ചവൻകാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ പുറകിൽ നിന്നും അതീവ സുന്ദരിയായ യുവതിയായി നീലി നടന്ന് കത്തനാറിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. എന്നിട്ട് കത്തനാറിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചുണ്ണാമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കത്തനാർ ചിരിച്ചുകൊണ്ട് അതിനെന്താ ചുണ്ണാമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തംഭന മാന്ത്രിക വിദ്യകളാൽ തയ്യാറാക്കിയ ചുണ്ണാമ്പ് ഒരു ഇരുമ്പാണിയിൽ പുരട്ടി നീലിക്ക് നീട്ടി. നീലി ആ ചുണ്ണാമ്പിൽ തൊട്ടതും അവളുടെ ശക്തി ക്ഷയിക്കുന്നതായി അവൾക്ക് തോന്നി. ചുണ്ണാമ്പിലെ മാന്ത്രിക ശക്തി അവളെ ആകെ തളർത്തി. ആ സമയം കൊണ്ട് കടമറ്റത്ത് കത്തനാർ നീലിയുടെ നെറുകയിലേക്ക് ആ ആണി പതിയെ താഴ്ത്തിയിറക്കി. അതോടെ നീലി അനുസരണയുള്ള ഒരു ദാസിയെപ്പോലെ കത്തനാരിനു പിന്നാലെ നടക്കാൻ തുടങ്ങി. നെറുകയിൽ ആണി തറയ്ക്കപ്പെട്ടതോടെ നീലിക്ക് അദൃശ്യരൂപിയാകാനുള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കത്തനാർ പോകുന്നിടത്തെല്ലാം അനുസരണയുള്ള ഒരു പെൺകുട്ടിയെപ്പോലെ നീലിയും ഒപ്പം നടന്നു. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് തളർന്നപ്പോൾ കത്തനാരിൻ്റെ ഒരു അകന്ന ബന്ധുവായ ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു. കത്തനാരെ കണ്ടതും നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ കാണാൻ വരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധ സന്തോഷപ്രകടനം നടത്തി. എന്നിട്ട് വൃദ്ധ കത്തനാരോടൊപ്പമുള്ള സ്ത്രീയെ നോക്കി ഇതാരാ എന്ന് ചോദിച്ചു. കത്തനാർ പറഞ്ഞു ഇതെൻ്റെ ദാസിയാണ്. അപ്പോൾ വൃദ്ധ കത്തനാരോട് ചോദിച്ചു, മോനെ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, നിന്റെ ഈ ദാസിയെ എൻ്റെ കൂടെ ഇവിടെ നിർത്താമോ? എനിക്കൊരു കൂട്ടുമാകും, ഞാനിവളെ മകളെപ്പോലെ നോക്കിക്കൊള്ളാം. കത്തനാർ പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി മുതൽ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, വലിയമ്മയ്ക്കൊരു കൂട്ടുമാകുമല്ലോ. അതോടെ ആ വൃദ്ധയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ വൃദ്ധ അവർക്ക് ഭക്ഷണമൊക്കെ നൽകിയ ശേഷം വിശ്രമിക്കുന്നതിനിടയിൽ നീലിയെ വാത്സല്യത്തോടെ ഒരു മകളെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് ആ വൃദ്ധ ഒരു ചീപ്പെടുത്ത് നീലിയുടെ തല ചീകി ഒതുക്കുന്നതിനിടയിൽ തലയിൽ ഒരു ആണി തറച്ചിരിക്കുന്നത് പോലെ ആ വൃദ്ധ കാണുന്നു. ആ വൃദ്ധ നീലിയോട് പറഞ്ഞു, മകളെ, തലയിലൊരു ആണി പോലെ എന്തോ തറച്ചിരിക്കുന്നു. അപ്പോൾ നീലി ചോദിച്ചു, മുത്തശ്ശിക്ക് ആ ആണി ഒന്നെടുത്ത് മാറ്റാമോ? അങ്ങനെ ആ വൃദ്ധ നീലിയുടെ തലയിൽ നിന്നും ആ ആണി വലിച്ചൂരിയതും നീലി അപ്രത്യക്ഷമായി അവിടെ നിന്നും പോയി.
തൻ്റെ മുന്നിലിരുന്ന പെൺകുട്ടി അപ്രത്യക്ഷമായതോടെ ആ വൃദ്ധയായ സ്ത്രീ പേടിച്ച് നിലവിളിച്ചു പോയി. വിശ്രമിക്കുകയായിരുന്ന കത്തനാർ പെട്ടെന്ന് തന്നെ അവിടെ ഓടിയെത്തി. ആ വൃദ്ധ നടന്നതെല്ലാം കത്തനാറിനോട് വിശദീകരിച്ചു. ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും കത്തനാർക്ക് അവൾ പോകുന്ന ദിശ വ്യക്തമായി മനസ്സിലായി. കടമറ്റത്ത് കത്തനാർ മാന്നാർ ഭാഗത്തെ പുഴയരികിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം കണ്ടത് പുഴയ്ക്ക് മുകളിലൂടെ മറുകരയിലേക്ക് അതിവേഗം നീങ്ങുന്ന യക്ഷിയെയായിരുന്നു. ഉടനെ തന്നെ കത്തനാർ ദൃഷ്ടിസ്തംഭന വിദ്യയാൽ നീലിയെ അനങ്ങാൻ കഴിയാത്ത വിധം സ്തംഭനയാക്കി. എന്നിട്ട് കത്തനാർ ഒരു വാഴയില മുറിച്ചെടുത്ത് നദിയിലേക്കിട്ട് അതിൻ്റെ മുകളിൽ കയറി അക്കരയിലേക്കെത്തി. നീലിയുടെ അടുത്ത് കടമറ്റത്ത് കത്തനാർ എത്തിയതും നീലി ഭയന്ന് വിറച്ചു. നീലി കടമറ്റത്ത് കത്തനാരോട് പറഞ്ഞു, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. ഞാൻ ഈ പ്രദേശത്ത് കുടിയിരുന്നോളാം. എന്നെ ആശ്രയിക്കുന്നവർക്ക് നന്മകൾ ചെയ്തോളാം എന്ന് സത്യം ചെയ്തു. അങ്ങനെ കടമറ്റത്ത് കത്തനാർ നീലി എന്ന യക്ഷിയെ പരിമല വനിയ പനയനാർക്കാവ് ദേവീക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നതാണ് മറ്റൊരു കഥ. തുടർന്നും ഇതുപോലെ പല യക്ഷികളെയും പല വിധത്തിൽ ഒഴിപ്പിച്ച കടമറ്റത്ത് കത്തനാർ കടമറ്റത്തെ താൻ മാന്ത്രിക വിദ്യകൾ അഭ്യസിക്കുന്ന കിണറ്റിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് അപ്രത്യക്ഷമായി എന്നാണ് കഥ. ഇതൊക്കെ കെട്ടുകഥകളും യക്ഷിക്കഥകളുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കടമറ്റത്ത് കത്തനാരുടെ പള്ളിയും കള്ളിയങ്കാട്ട് നീലിക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ക്ഷേത്രങ്ങളും കടമറ്റത്ത് കത്തനാർ പാതാളത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന കിണറും ഇപ്പോഴും വിശ്വാസികൾ ആരാധിക്കപ്പെടുന്ന വിശുദ്ധ സ്ഥലങ്ങളാണ്. ഇക്കാലത്ത് കള്ളിയങ്കാട്ട് നീലിയെപ്പോലെ ഒരു യക്ഷി ചുണ്ണാമുണ്ടോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വശീകരിക്കാൻ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ രസകരമായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമായ അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നതുവരെ ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.